സന്ധ്യാദീപം തിളങ്ങും നേരം തിരുനടയിൽ ശാന്തി നിറയും. തന്ത്രിയുടെ മന്ത്രധ്വാനങ്ങൾ ഉണർത്തിയിടും ഭക്തി തൻ തരംഗം. ക്ഷേത്രകലകൾ വാഴുമീ പുണ്യം ദർശന പുണ്യം തിരുനട, ദർശന പുണ്യം തിരുനട. വള്ളുവനാടിന്റെ മനോഹരമായ പശ്ചാത്തലത്തിൽ അറിവിനെയും ഐശ്വര്യത്തെയും വാരിക്കോരി നൽകുന്ന ഒരു മഹാപുണ്യ സങ്കേതമാണ് വാണിയംകുളം വിദ്യാഗണപതി ക്ഷേത്രം. പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ക്യാമ്പസിന്റെ ഹൃദയഭാഗത്ത് പ്രകൃതിയുടെ അനുഗ്രഹം നിറഞ്ഞ കുന്നിൻ മുകളിൽ തലയുയർത്തി നിൽക്കുന്ന ഈ ക്ഷേത്രം ദർശനം നടത്തുന്ന ഏതൊരാളുടെയും മനസ്സിന് നൽകുന്ന ഉണർവ് അനിർവചനീയമാണ്. ഈ പ്രദേശത്ത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഗണപതിയുടെ സാന്നിധ്യം ഉണ്ടെന്ന് മനസ്സിലാക്കുകയും പ്രശ്നത്തിൽ കാണുകയും ചെയ്തു. അതുപ്രകാരം ഇവിടെ വിദ്യാഗണപതിയുടെയും ദേവിയുടെയും ക്ഷേത്രം നിർമ്മിക്കാൻ തീരുമാനിച്ചു. ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കാൻ ഇവിടെ പ്രാർത്ഥിച്ചാൽ എന്ത് ഉദ്ദേശ കാര്യങ്ങൾ നടക്കും എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ വഴിപാടുകളെല്ലാം ചെയ്യുന്നത്. ഇവിടുത്തെ ക്ഷേത്ര ഉൽപ്പത്തിയുടെ ഐതിഹ്യം തന്നെ അത്ഭുതകരമാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നിർമ്മാണ വേളയിൽ അപ്രതീക്ഷിതമായി തടസ്സങ്ങൾ നേരിട്ടപ്പോൾ നടത്തിയ ദൈവപ്രശ്ന ചിന്തയിലാണ് ഈ കുന്നിൻ പ്രദേശം കാലങ്ങളായി ഒരു വലിയ വിനായക ചൈതന്യത്തിന്റെ അനുഗ്രഹീതമാണെന്ന സത്യം വെളിപ്പെട്ടത്. ആ കുന്നിന്റെ ഉയർന്ന ഭാഗത്ത് ഭഗവാന് യഥാവിധി പൂജകളും പ്രാർത്ഥനകളും അർപ്പിച്ചതോടെ വിഘ്നങ്ങളെല്ലാം വഴിമാറിപ്പോയി. കിഴക്കോട്ട് ദർശനമായി വാഴുന്ന വിദ്യാഗണപതി താൻ അധിവസിക്കുന്ന കുന്നിൻ മുകളിൽ നിന്ന് വള്ളുവനാടൻ ഗ്രാമങ്ങളെ മുഴുവൻ വാത്സല്യത്തോടെ നോക്കി അനുഗ്രഹിക്കുന്നു. കുട്ടികൾ വിദ്യാഗണപതിയെ പ്രാർത്ഥിച്ച് അവരെ എക്സാമിനും മറ്റു കാര്യങ്ങൾക്കും വളരെയധികം ഫലം ചെയ്യുന്നുണ്ട്. ഇവിടെ എല്ലാ വെള്ളിയാഴ്ചകളിലും പ്രധാനപ്പെട്ട ദിവസമാണ്. ഉണ്ണിയപ്പം, ഒറ്റപ്പം അത്തരം വഴിപാടുകൾ നടത്തുന്നുണ്ട്. പിന്നെ പൗർണമി പൂജ, മഹാമേരു പ്രതിഷ്ഠ ഉള്ള സ്ഥലത്ത് എല്ലാ മാസവും പൗർണമിക്ക് പൗർണമി പൂജ നടത്തുന്നുണ്ട്. വിനായക ചതുർത്ഥിക്ക് എഴുന്നള്ളിപ്പും മറ്റ് വഴിപാടുകളും മഹാഗണപതി ഹോമവും വഴിപാടായി ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ കുട്ടികൾക്ക് വളരെയധികം താല്പര്യത്തോടുകൂടി കാണിക്കുകയും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ പരീക്ഷയിൽ വിജയം ഉണ്ടാകുമെന്ന് കുട്ടികൾക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് കുട്ടികൾ എല്ലാ വൈകുന്നേരങ്ങളിലും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അവർക്ക് അവരുടെ കാര്യം നടക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്കും പഞ്ചായത്തിലെ ആളുകൾക്കും ഈ മഹാമേരു പ്രതിഷ്ഠ കൊണ്ട് വളരെ ഗുണം ചെയ്യും എന്നാണ് പ്രഗത്ഭരായ ആൾക്കാർ പറയുന്നത്. അത് കാരണം അടുത്തുള്ള പ്രദേശത്തുള്ള ആൾക്കാരൊക്കെ ഈ ക്ഷേത്രത്തിൽ വന്ന് വഴിപാടുകൾ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. തഞ്ചാവൂർ ക്ഷേത്രമാതൃകയിലുള്ള ഇവിടുത്തെ നിർമ്മാണ ശൈലി ഗർഭഗൃഹത്തിലെ ഗണപതി ചൈതന്യത്തിന് കൂടുതൽ ഗാംഭീര്യവും ദിവ്യതയും നൽകുന്നുണ്ട്. ക്ഷേത്രത്തിന്റെ വടക്കേ കോണിൽ കാണുന്ന മഹാമേരു ശ്രീചക്ര പ്രതിഷ്ഠ ഈ ക്ഷേത്രത്തെ മറ്റുള്ളവയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ്. പ്രപഞ്ചശക്തിയുടെ ആധാരശിലയായ മഹാമേരു ഇവിടെ കുടികൊള്ളുന്നത് അസാധാരണമായ ആത്മീയ ചൈതന്യമാണ് ക്ഷേത്രത്തിന് പകരുന്നത്. പൗർണമി നാളുകളിൽ ഈ മഹാമേരുവിങ്കൽ നടക്കുന്ന വിശിഷ്ടമായ പൂജകളിൽ ഭക്തിപുരസരം പങ്കുകൊള്ളുന്നത് സർവ്വ ഐശ്വര്യങ്ങൾക്കും ജീവിത വിജയത്തിനും വഴിയൊരുക്കുമെന്നത് വള്ളുവനാട്ടുകാരുടെ അചഞ്ചലമായ വിശ്വാസമാണ്. പ്രധാന ശ്രീകോവിലിന്റെ പുറം ചുവരുകളിൽ ഉപദേവതകളായി കുടികൊള്ളുന്ന ദക്ഷിണാമൂർത്തിയും മഹാവിഷ്ണുവും ഭഗവതിയും ഈ സന്നിധിക്ക് അനുഗ്രഹമായ ദേവീ ദേവസാന്നിധ്യം നൽകുന്നു. വിദ്യാഭിവൃദ്ധിക്കും ഔന്നത്യത്തിനുമായി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഇവിടെ വന്നു പോകുന്നത്. ഭഗവാന് ഉണ്ണിയപ്പം നിവേദിക്കുന്നത് വിദ്യാതടസ്സങ്ങൾ മാറാൻ ഏറ്റവും ഉത്തമമാണ്. ഓർമ്മക്കുറവ് മാറാനും ബുദ്ധിവികാസത്തിനും കറുകമാലയും നാരങ്ങമാലയും ചാർത്തി പ്രാർത്ഥിക്കുന്നതും ക്ഷേത്രത്തിൽ വെച്ച് പൂജിച്ച നെയ്യ് സേവിക്കുന്നതും അത്ഭുതകരമായ ഫലസ്ഥിതി നൽകുന്നു.
മഹാഗണപതി ഹോമത്തിന്റെ ഹോമകുണ്ഡത്തിൽ നിന്നുയരുന്ന സുഗന്ധവും കർക്കിടക മാസത്തിൽ ദിനവും ഭക്തിപൂർവ്വം നടത്തുന്ന ഭഗവത് സേവയും ഇവിടുത്തെ അന്തരീക്ഷത്തെ എപ്പോഴും ചൈതന്യവത്തായി നിലനിർത്തുന്നു. വിനായക ചതുർത്ഥി നാളിൽ ഗജരാജൻ അണിനിരക്കുന്ന ആനയെഴുന്നള്ളിപ്പ് ഈ ക്ഷേത്രമുറ്റത്തെ ആഘോഷഭരിതമാക്കുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹവർഷം വള്ളുവനാട്ടിനാകെ പെയ്തിറങ്ങുന്നു. ജാതിമത ഭേദമന്യേ ഏവർക്കും കടന്നുവരാവുന്ന ഈ വിദ്യാ ഗണപതി സന്നിധി വിദ്യയുടെയും അറിവിന്റെയും ഐശ്വര്യത്തിന്റെയും മഹാക്ഷേത്രമായി തലയുയർത്തി നിൽക്കുകയാണ്. സന്ധ്യാദീപം തിളങ്ങും നേരം തിരുനടയിൽ ശാന്തി നിറയും. തന്ത്രിയുടെ മന്ത്രധ്വാനങ്ങൾ ഉണർത്തിയിടും ഭക്തി തൻ തരംഗം. ക്ഷേത്രകലകൾ വാഴുമീ പുണ്യം ദർശന പുണ്യം തിരുനട. ദർശന പുണ്യം തിരുനട.